Hello guys, welcome back to my YouTube channel. Today we are on a trip to Tobermory. ഒന്റാരിയോയിലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ടോബർമറി. ഒരു 2:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി. ചെന്നപാട് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് 3 o'clock ചെക്ക് ഇൻ ടൈം. അപ്പോൾ ഏകദേശം ഒരു 3 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടേക്ക് മെല്ലെ ചെന്നു. ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് റൂംസിന്റെ പിക്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. റൂം എങ്ങനെയായിരിക്കും അറിയാതെ ഇച്ചിരി ഇങ്ങനെ എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ചെന്ന് കഴിഞ്ഞപ്പം നല്ല റൂം, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല നീറ്റും ആണ്. It was actually a 6-hour drive from our place. ഞങ്ങൾ എത്തിയപാട് തന്നെ കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തു. താമസിക്കുന്ന പുറകിലായിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബോട്ടുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം അവിടേക്ക് മെല്ലെ പോയെന്ന് കണ്ടു. ഞങ്ങൾ പോയതൊരു വീക്ക് ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം ബുക്കിംഗ്സും അവൈലബിൾ ആയിരുന്നു. സോ ഇപ്പൊ നിങ്ങൾ ഒരു വീക്കെൻഡിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് നാൾ മുമ്പെങ്കിലും ബുക്ക് ചെയ്യാൻ നോക്കുക ടു ഗെറ്റ് ദ ബെസ്റ്റ് ഓപ്ഷൻസ്. ഞങ്ങൾ നേരെ ഗ്രോട്ടോയിലേക്ക് വിട്ടു. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ കുറേ ദൂരം നടക്കണം ഗ്രോട്ടോയിലേക്ക്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗ്രോട്ടോ എത്തി. ഇവിടുത്തെ വെള്ളം കാണാൻ ഭയങ്കര ഭംഗിയാണ്, കണ്ടാലേ എടുത്ത് ചാടാൻ തോന്നുന്ന പോലത്തെ വെള്ളമാണ്. ബട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് എടുത്ത് കുടിക്കില്ലേ, ആ വെള്ളം പോലെയായിരുന്നു ഈ വെള്ളം. ആൽബി ഇച്ചിരിയും കൂടി ഓക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. 10 തവണയെങ്കിലും കയറി ഇറങ്ങിയിട്ടായിരിക്കും എനിക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റിയത്. കാരണം അപ്പോഴത്തേക്കും പിന്നെ കാലെല്ലാം മരച്ചു, ആ തണുപ്പും വേദനയൊന്നും അറിയാണ്ട്. ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കയറണമെന്നില്ലായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 8 മണി എന്തോ ആവാറായിരുന്നു. ഞങ്ങൾ പിന്നെ പോന്നു തിരിച്ചു. ഇവിടെ ഒരു വല്ലാത്ത ഈച്ചയുണ്ട്, നമ്മളെ കടിക്കും. ഗ്രോട്ടോയുടെ അടുത്താണ് ഈച്ച ആക്ച്വലി ഉള്ളത്, അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അത് നമ്മുടെ മേത്തി വരത്തില്ല. തിരിച്ച് റൂമിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴത്തേക്ക് ആൽബി കോഫി എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇനി എവിടെ ഡിന്നറിന് പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഇവിടുത്തെ ഡൗൺ ടൗണിലേക്കാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ. അവിടെയാണ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉള്ളത്. ബട്ട് സാഡ്ലി ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സും 10 PM ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. ഇവിടെ വന്ന് ഇനി സമയം പോകുന്ന അറിയത്തില്ല. റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ പോയപ്പോഴത്തേക്കും 9:30 കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കയറിയാൽ തന്നെ സ്പീഡിൽ ഇറങ്ങേണ്ടി വെച്ചുകൊണ്ട് ഇന്നാറിൻ്റെ കാര്യം ഞങ്ങൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ATM കാശ് വരുന്ന പോലെ ഇവിടെ പിസ്സ വരും. ഇതിൽ നമുക്ക് വേണ്ട പിസ്സ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ തന്നെ വന്ന് ചൂടായി പുറത്തേക്ക് ഇറങ്ങി വരും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അതേ അടിപൊളിയല്ല, ഒക്കെ കഴിക്കാൻ പറ്റും, കുഴപ്പമില്ല, വേറെ ചോയ്സ് ഒന്നും ഇല്ലല്ലോ അല്ലല്ലോ. അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻ ടോബർമറി കഴിഞ്ഞു. സെക്കൻഡ് ഡേ ഇൻ ടോബർമറി തുടങ്ങാൻ പോവാണ്. ഉച്ച കഴിയാണ്ട് എന്തായാലും തിരിച്ചു വരൽ നടക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇന്ന് ഫ്ലവർ പോട്ട് ഐലൻഡ് വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ. 8:45 ഫെറിയാണ്. അപ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തണം. പക്ഷെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 8:30 ആവറായി. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ഞങ്ങൾ കയ്യിൽ ക്യാരി ചെയ്തു. പിന്നെ ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുഡൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപാട് ഒരു വലിയ ഷിപ്പ് കാണാൻ പറ്റിയാണ്. ഞങ്ങൾ രാവിലെ 8:45 ഫെറിയാണ് ബുക്ക് ചെയ്ത്. ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. either 3 hours in the island or 2 hours in the islandും പിന്നെ ഷിപ്പ്രെക്ക് കാണാനുള്ള ഓപ്ഷൻ. ഈ റിവറിന്റെ താഴെ കുറേ ഷിപ്സ് മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ഫ്ലോറുള്ള ഷിപ്പിലൂടെ പോയി അതെല്ലാം കാണാനുള്ള ഓപ്ഷനാണ് മറ്റേത്. ഞങ്ങൾ ചൂസ് ചെയ്തത് 3 hours in the island ആയിരുന്നു. കയറി വരുന്ന ഭാഗമൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ്, നല്ല രസമുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പം തന്നെ കണ്ട ഒരു ടേബിളിൽ ഞങ്ങൾ ഇരുന്ന് എല്ലാം കഴിച്ചു. നല്ല വ്യൂ ആയിരുന്നു. ഇവിടെ നമ്മൾ വേസ്റ്റ് എവിടെയും വെച്ചൊന്നും ഇടാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം കൈ പിടിച്ചുകൊണ്ട് നടക്കണമല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ദാണ്ടിയുണ്ട് അവിടെ ഡസ്റ്റ്ബിൻ. സന്തോഷമായി അങ്ങനെ അത് അവിടെ ഇട്ടിട്ട് പിന്നെ സുഖമായിട്ട് നടന്നു.
ആദ്യം തന്നെ ഫ്ലവർ പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഐലൻഡിൽ ഒത്തിരി ക്യാമ്പിംഗ് സൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫെറികൾ വരും പോവുകയും ചെയ്യും. കാരണം ഓരോരുത്തരുടെ ടൈം സ്ലോട്ട് അനുസരിച്ച് ചെയ്യാനും അതുപോലെ ഐലൻഡിലേക്ക് ആളുകളെ ഡ്രോപ്പ് ചെയ്യാനുമായിട്ട് ഇങ്ങനെ ഫെറി വന്നും പൊയ്ക്കൊണ്ടിരിക്കും. ഒരു തവണ ഫ്ലവർ പോട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ എത്തിയത്, പക്ഷേ അതായിരിക്കില്ല. പിന്നെയും മുന്നോട്ട് നടക്കാനുണ്ടാവും. ഇതല്ല വഴി. ഞങ്ങൾ കാണാൻ പോകുന്ന ഫോളൻ റോക്സ് ആണ്. ഇത് ആക്ച്വലി ഒരു വലിയ പാറയായിരുന്നു, പക്ഷെ ഇതിന്റെ ഇടയഭാഗം ഇച്ചിരി വീക്കർ സെഡിമെന്റ്സ് ഉണ്ടായിരുന്നു. അത് വെള്ളം കയറിയിട്ട് അവസാനം അത് മെല്ലെ പൊട്ടിപ്പോയി ഒരു ഗുഹ പോലെ ഉണ്ടായി. അവിടുത്തെ പിന്നെയും ഞങ്ങൾ കുറേ ദൂരം നടന്നു. ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ലൈറ്റ് ഹൗസ് നോക്കിക്കൊണ്ടിരുന്ന ആളുടെ വീട് അവരൊരു മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്റെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ സ്ട്രിങ്സും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം. സന്തോഷമായി. കാരണം ആക്ച്വലി ഞങ്ങൾ കുറേ ദൂരം നടന്നു, മടുത്തില്ല. പക്ഷെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും തിന്നുന്ന ഒരു സന്തോഷമാണല്ലോ. ഇതൊരു 2 നില ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ റൂംസ് എല്ലാം അവർ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കവർ ചെയ്യാൻ ഒരു പ്ലേസും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി, പക്ഷേ ഞങ്ങളുടെ 3 hour ഓൾമോസ്റ്റ് തീരാറായിരുന്നു. സോ വി കുഡിൻ റീച്ച് ദെയർ. അതുകൊണ്ട് ആ വഴി പോകുന്നതിന് പകരം തിരിച്ച് ഞങ്ങൾ ഫെറി വരുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഈ തിരിച്ചു പോകുന്ന ജേർണി വാസ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബോട്ട് 2 നിലയായിരുന്നു. ഞങ്ങൾ താഴത്തെ നില തന്നെയായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിൻ്റെ പുറത്ത് പോയി നിന്നു. ഫെൽറ്റ് സോ ഗുഡ്. Next we decided to go for kayaking. This was really amazing. ഞങ്ങളുടെ അടുത്ത് അവർ ഒരു ഏരിയ കാണിച്ചു തന്നു ഞങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പെട്ടെന്ന് എത്തി. ഞാൻ ചോദിച്ചു ഇത്ര സിമ്പിൾ ആണല്ലോ എന്നോർത്ത് അവിടെ എത്തി. അതിൽ ഞങ്ങൾ ഫുൾ തിരിച്ച് വരാൻ നോക്കുമ്പോൾ ഇറ്റ് വാസ് റിയലി ഹാർഡ്. ബിക്കോസ് മറ്റേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു വിൻഡിൻ്റെയും വേവ്സിൻ്റെ ഒക്കെ ഡയറക്ഷൻ. സോ ഐ തിങ്ക് തിരിച്ചു വരുന്നത് ഇച്ചിരി ഫണ്ണായിരുന്നു. ബിക്കോസ് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ബോട്ട് മെല്ലെ തിരിഞ്ഞ് പുറകോട്ടേക്ക് പോകാൻ തുടങ്ങും. 1 hour ആയിരുന്നു ഞങ്ങൾക്കിത് യൂസ് ചെയ്യാനുള്ള ടൈം. ഞങ്ങളുടെ ടോബൻമുടിയിലെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ്. മിസ്സസ് പ്ലീസ് കയക്കെല്ലാം ചെയ്ത് കുറച്ച് നനഞ്ഞ ഇപ്പൊ വെയിൽ കൊണ്ട് ഞങ്ങളെ ഉണക്കാൻ വെച്ചേക്കൊണ്ട് റൈറ്റ്. അങ്ങനെ സങ്കടത്തോടെ ഞങ്ങൾ മടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു ഫേമസ് ബീച്ച് ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോകാമെന്ന്. അപ്പോൾ ഓർത്ത് ഇനി എന്തായാലും നമ്മൾ ഈ വഴിക്ക് അടുത്തൊന്നും വരത്തില്ലല്ലോ. സോ അങ്ങനെ നേരെ ബീച്ചിലോട്ട് വിട്ടു. സോപ്പിൾ ബീച്ച് എന്നാണ് അതിൻ്റെ പേര്. ഇവിടുത്തെ വെള്ളം കണക്കായിരുന്നു കേട്ടോ, തണുത്ത വെള്ളം. പക്ഷെ ഇവിടെ അത്ര തണുപ്പില്ലായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ബീച്ചിലെല്ലാം പോയി കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു.